സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ശ്രദ്ധ നേടി ശാസ്താംകോട്ട സ്വദേശിനി സൂഫിയ സുധീർ. നേപ്പാളിൽ നടന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനൊപ്പം സൂഫിയ സ്വർണം നേടി. സർക്കാരിന്റെയും സുമനസുകളുടെയും ഇടപെടലിലാണ് രാജ്യാന്തര ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ സൂഫിയയ്ക്ക് കഴിഞ്ഞത്. സോഫ്റ്റ് ബേസ്ബോളിലാണ് ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ സുധീന മൻസിലിൽ 21-കാരിയായ സൂഫിയ സുധീർ ശ്രദ്ധ നേടുന്നത്. നേപ്പാളിൽ നടന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനൊപ്പം സ്വർണം നേടിയ സൂഫിയ സുധീർ കായംകുളം MSM കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയായിരിക്കെയാണ് മത്സരത്തിൽ പങ്കെടുത്തു തുടങ്ങിയത്. കേരള ടീമിനൊപ്പം ദേശീയ ചാമ്പ്യനായി. തുടർന്നാണ് ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സൂഫിയ സുധീർ നിരവധി പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടി വന്നു. മത്സരങ്ങൾക്ക് പോകാനുള്ള ചെലവ് കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല. ചെടിക്കച്ചവടം നടത്തുന്ന പിതാവ് സുധീറും മാതാവ് സുലേഖ ബീവിയും ചേർന്നാണ് ആദ്യമൊക്കെ മത്സരങ്ങൾക്കും പരിശീലനത്തിനുമുള്ള തുക കണ്ടെത്തിയിരുന്നത്. ദേശീയ ടീമിലേക്ക് പണം കണ്ടെത്താൻ കഴിയാത്തതിനാൽ അവസരം നഷ്ടമാകുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാഷിം സുലൈമാന്റെ സഹായത്തോടെ കായിക മന്ത്രി OJ ജനീഷിനെ കണ്ടു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് ഫുട്ബോൾ ക്ലബിന്റെ ഇടപെടലിലാണ് IBS ഗ്രൂപ്പ് ഉടമ VK മാത്യൂസ് സൂഫിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത്. തുടർന്ന് ദേശീയ ടീമിൽ മത്സരിച്ച സൂഫിയും സംഘവും ഫൈനലിൽ നേപ്പാളിനെ വീഴ്ത്തിയാണ് സ്വർണം നേടിയത്. സഹോദരിമാരായ സുധീനയും സുബിനയും പൂർണ്ണ പിന്തുണയുമായി സൂഫിയയ്ക്കൊപ്പമുണ്ട്. കായംകുളം MSM കോളേജിൽ MCOMന് ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സൂഫിയ. പഠനത്തിനൊപ്പം മത്സരങ്ങളിലും തുടരാനാണ് താല്പര്യം. കോളേജ് മാച്ച് ആവാറാകുമ്പോഴത്തേക്ക് ഒരു 2-3 മാസം മുന്നേ പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരത്തായിരുന്നു കോളേജിൽ പ്രാക്ടീസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞിട്ട് അസോസിയേഷൻ കളിക്കാൻ പോകുന്ന ടൈമിൽ നാഷണൽസും ഇന്ത്യയൊക്കെ പോകുന്ന ടൈമിൽ കോഴിക്കോട് കോടഞ്ചേരി സാറ് പ്രാക്ടീസ് വെക്കും. സാറ് പ്രാക്ടീസ് വെക്കുമ്പോൾ നമ്മളിപ്പം 3-4 ദിവസത്തെ പ്രാക്ടീസ് ആയിരിക്കും. നേരത്തെ പോയിട്ട് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ടീം സെറ്റാക്കിയിട്ടാണ് നാഷണൽസും ഇന്ത്യയൊക്കെ കളിക്കാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പം ആകെ ഞാൻ കോളേജിൽ പോയ ടൈമിലാണ് ഈ സോഫ്റ്റ് ബേസ്ബോൾ എന്നൊക്കെയുള്ള ഗെയിം കേൾക്കുന്നത്. അപ്പം ഇതൊരു ഏഷ്യൻ ഗെയിം ആയതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും അറിയത്തില്ല. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഒന്നും അത്ര സ്പോർട്സ് അത്ര വളർന്നിട്ടില്ല. കാരണം ബോയ്സ് ആണ് മെജോറിറ്റി ആയിട്ടും സ്പോർട്സിൽ നിൽക്കുന്നത്. പക്ഷേ ഗേൾസും അതിലേക്ക് വരേണ്ട ഒരു സമയമായി. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ സ്പോൺസർഷിപ്പൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടുകൂടാണ് മെയിനായിട്ടും ആരും ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ മുന്നോട്ട് വരാത്തത്. നമ്മൾ ആദ്യം ചെല്ലുന്ന ടൈമിൽ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് ഇഷ്യമാണ്. കാരണം നമ്മൾ ആ ബോളൊക്കെ എന്ന് പറയുമ്പോൾ നല്ല സ്റ്റിച്ച് ബോളാണ്. അപ്പം നല്ല എയറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല വേദനയാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു കുട്ടിയുടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ കൈയൊക്കെ ബോൾ കൊണ്ടിട്ട് കൈയൊക്കെ പോവുകയൊക്കെ ചെയ്തതാണ്. അപ്പം നമ്മൾ അത്യാവശ്യം ആദ്യം അതിലോട്ട് വരുന്ന ടൈമിൽ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ അത്യാവശ്യം പഠിച്ചു കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. നമ്മുടെ ടീമിൽ ടോട്ടൽ 20 പേരാണ് ഉള്ളത്. 10 പേര് കളിക്കാൻ വേണ്ടിയിട്ടും 10 പേര് അതിന് സബ്ബായിട്ടുമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ.